ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ബുധനാഴ്ചത്തെ വിശേഷമാണ്, പക്ഷേ വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവും പടി രാവിലെ എണീറ്റു. ഇന്ന് വല്ലാണ്ട് വൈകാണ്ടൊക്കെ തന്നെയാണ് എണീറ്റത് കേട്ടോ. എണീറ്റ് പുറത്തേക്ക് വന്നു. മൊത്തം നോക്കിയപ്പോൾ നല്ലൊരു അന്തരീക്ഷം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ചൂട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചൂട് അടുക്കളയിലാണ് കേട്ടോ. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, പക്ഷേ അടുക്കളയിൽ നല്ല ചൂടാട്ടോ. അതെനിക്ക് തോന്നുന്നു രണ്ട് സൈഡും ഡ്രസ്സാണല്ലോ, അപ്പോൾ അതിൻ്റെ ആയിരിക്കണം ആ ചൂട്. അപ്പോൾ എക്സോസ് ഇട്ടാലും മറ്റേ ചിമ്മിണിയിൽ ഇതിട്ടാലും ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടല്ലോ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എൻ്റെ മെനു ഒക്കെ കാണാപ്പാടാണ്, കാരണം ഞാൻ ഇന്നലെ സാമ്പാർ വെച്ചതും ദോശമാവിന് അരച്ചതും ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇഡ്ഡലി എന്തോ കുറച്ചൊന്ന് ഹാർഡായിപ്പോയി. അത് ഫസ്റ്റ് ആ മിക്സി വാങ്ങിയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി. അത് കഴിഞ്ഞ് അതിന് സാമ്പാർ, ഇന്ന് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ അവർ തന്നെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വേഗം രാവിലെ എണീറ്റിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. അതുപോലെ വാഷിംഗ് മെഷീനിൽ ഒരു ട്രിപ്പ് തുണി തിരുമ്പണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഞാനത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. ഡിവൈൻ അത് ഓൺ ചെയ്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് എണീറ്റപ്പോൾ കംപ്ലീറ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുക. പിന്നെ എനിക്ക് തോരയിട്ടാൽ മതി. അപ്പോൾ കിച്ചണിലത്തെ കാര്യങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് നോക്കിക്കോളും. പിന്നെ പാലിന്നതേ കണ്ടമാനം ബാക്കിയുണ്ട്. അത് നമ്മുടെ പട്ടികൾക്ക് അവർക്കുള്ള പാലാണ്. ഇവരുടെ 3 പേരുടെയും കുപ്പിയിലത്തെ പാലിൻ്റെ ബാക്കിയാണ് ഞാൻ അവർക്ക് വേണ്ടി 4 മണിക്ക് കൊടുക്കുന്ന സംഭവം കേട്ടോ. അങ്ങനെ അവർ നാത്തൂനും ഇതേ ഭക്ഷണം കഴിക്കണം. നല്ല പൊട്ട് ചമ്മന്തി, നല്ല പൊട്ടുകടല ചമ്മന്തി, നല്ല സാമ്പാറുമായിരുന്നു. അങ്ങനെ പിള്ളേർസ് എണീറ്റ്. അപ്പോൾ അവർക്ക് കുഞ്ഞിഡലിയാണ് കേട്ടോ, കുട്ടി ഇഡലിയാണ്. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞിഡലിയുടെ കഥ. ഇങ്ങനെ ഡിമ്പിള് കുഞ്ഞിലെ ഈ കുഞ്ഞിഡലി കൊണ്ടുപോകുമ്പോൾ ഒരിക്കൽ ഡിമ്പിളുടെ ടീച്ചർ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഡിമ്പിൾ 15 ഇഡലി ഇതിനുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഞാൻ 15 ഇഡലിയോ, അപ്പോൾ വെറുതെ അല്ല ഡിമ്പിൾ ഇങ്ങനെ ഇരിക്കണേ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കിയപ്പോൾ നമ്മൾ ഈ കുഞ്ഞിഡലി ഉണ്ടല്ലോ, നമ്മുടെ കോയിൻ ഇഡലി എന്ന് പറയും, അതാണ് ഈ 15 ഒരു തട്ടാണ് 15. അത് നമ്മൾ സാമ്പാറിലോ ചമ്മന്തിയിലോ ഇട്ടിട്ട് ഒരു സ്പൂണായിട്ട് കൊടുത്തയക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൂടി കൊടുത്തയക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ ഒരു തട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരെണ്ണം വാങ്ങിക്കണം. വലിയ വിലയൊന്നുമില്ല, 100 രൂപ താഴേക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ 150, അല്ലെങ്കിൽ ഓൺലൈനിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതായത് കുട്ടി ഇഡലി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇന്നൊരു യാത്രയുണ്ടായിരുന്നു. എനിക്ക് ബിസ്മിയിലേക്ക് ഒന്ന് പോകണമായിരുന്നു. വേറെ ഒന്നുമല്ല, ഡിമ്പിളിന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളവിടെ പോയപ്പോൾ അവർക്കൊരു മറ്റേ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഉള്ളൊരു വീഡിയോ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഒന്നിച്ച് പോയി. അപ്പോൾ പോണ വഴിക്ക് ഡോണിൻ്റെ അവിടെ ഇറങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോണിൻ്റെ അവിടെ ഒന്ന് ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ നേരെ ബിസ്മിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾക്ക് ബിസ്മിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയണതാണ്, എപ്പോഴും പലചരക്ക് സാധനങ്ങൾ, സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എപ്പോഴും നല്ലത് ബിസ്മിയാണ്. അതായത് ഇപ്പോൾ റിലയൻസ് എടുത്തു എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങനെ കറക്റ്റ് അറിയില്ല കേട്ടോ. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ബിസ്മിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 50% ഒരുവിധം സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ പോലെ നെസ്റ്റോയിൽ ഞാൻ പോവും, ഫുഡ് ഐറ്റംസും കാര്യങ്ങളാണ് ഞാൻ അവിടെ നോക്കുക. അല്ലാണ്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും ഞാൻ നെസ്റ്റോന്ന് എടുക്കാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലചരക്ക് സാധനങ്ങളൊന്നും ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറില്ല. തിരിച്ച് നമ്മൾ റിലയൻസിലാണെങ്കിൽ നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളതാണ് ബിസ്മിയിൽ. അപ്പോൾ റിലയൻസും ബിസ്മി, അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ബിസ്മി റിലയൻസിൻ്റെ ഏതൊരു ഭാഗമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരിടയ്ക്ക് ബിസ്മിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3 മാസമായിട്ട് ഞാൻ സ്ഥിരം അവിടേക്ക് മാത്രമാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും 50% ഡിസ്കൗണ്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അധിക ഭാഗം ഞാൻ എന്തൊക്കെ ചെയ്യണോ, ഞാൻ എവിടെയൊക്കെ പോകണോ, ഞാൻ എന്തൊക്കെ പറഞ്ഞു കൊടുക്കണോ അത് കാണാൻ ഇഷ്ടമുള്ളവരാണ്. കാരണം അവർക്കറിയാം ഞാൻ അങ്ങനെ നല്ലതാണെങ്കിൽ മാത്രം ഞാൻ നല്ലത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്നോടുണ്ട്. അതുകൊണ്ട് തന്നെ അതേ വിശ്വാസത്തിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാധനങ്ങളും സ്ഥാപനങ്ങളും മാത്രം ഞാൻ കാണിക്കുള്ളൂ കേട്ടോ. കാരണം ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാനോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരാളുടെ ഒരു ഗുഡ് വില്ല് നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളല്ല. നമ്മൾക്ക് പോയിട്ട് എവിടെയാണോ ശരി അത് പറയാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ബിസ്മിയിൽ കയറിയപ്പോൾ തൊട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 50% ഓഫറായിരുന്നു റവയ്ക്ക്, പിന്നെ നമ്മളുടെ അരിപ്പൊടിക്ക്, പിന്നെ ഒരു കൂട്ടം കൂടി ഉണ്ടായിരുന്നല്ലോ, 3 സ്റ്റീം പുട്ടുപൊടി.
ഈ 3 കൂട്ടവും 50% ഡിസ്കൗണ്ട്. ഇനിയിപ്പോൾ ദേ ഇവിടെ നോക്കിയേ, ബിസ്ക്കറ്റുകൾ ഒരു 3-4 വെറൈറ്റി ബിസ്ക്കറ്റുകൾ ഫുള്ള് 50%. അത് കഴിഞ്ഞതാ നമ്മുടെ സ്പ്രെഡ്, ചീസ്, മറ്റേ പീനട്ടിൻ്റെ സ്പ്രെഡ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. അപ്പോൾ പീനട്ട് ബട്ടറൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില കുട്ടികൾക്ക് അറിയില്ല ഇതെന്താ സംഭവമെന്ന്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ 50% ഓഫാണ്. അപ്പോൾ ഇത് എന്ന് വെച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ പഴയ സാധനമാണോ അങ്ങനെയാണോ ഇങ്ങനെ, നമ്മളൊക്കെ എക്സ്പയറി നോക്കിയിട്ട് മാത്രം വാങ്ങിയാൽ മതി. ഇത് മിനിറ്റ് മെയ്ഡിൻ്റെ ഇതാണ്. ഇതിൻ്റെ 90 രൂപയാണ്. ഇതിൻ്റെ 50% 45 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ പെരുന്നാൾക്ക് വാങ്ങിയപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. മിക്സഡ് ഫ്രൂട്ടും ഉണ്ട്, ഗോവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്സഡ് ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡാഡിക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡാഡി ഡിംപിൾ എന്നെ വഴക്ക് പറഞ്ഞു, മമ്മി ഷുഗറല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക, പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ പറ്റാവുന്ന പോലെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചിട്ട് മുഴുവൻ കുടിക്കാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, കുറച്ചൊക്കെ കുടിക്കുക. ഒക്കെ ഞാൻ പറയില്ല ആവശ്യത്തിന്, അല്ലാണ്ട് അരുത് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് കാണാണ്ട് കട്ട് കുടിക്കാൻ തോന്നും. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾക്കൊരു സ്വാദ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു കൂടുതലൊരു ഇഷ്ടം തോന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറേ സാധനങ്ങൾ ഇങ്ങനെ നിറച്ച് എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ 50%, പ്രത്യേകിച്ച് ജ്യൂസുകൾക്ക് കേട്ടോ. അപ്പോൾ ഞാനെപ്പോഴും പറയും, ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടം, തോമൂനായാലും ഡിവൈനായാലും ഡോണായാലും ഇപ്പം ഞങ്ങൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഈ ജ്യൂസ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ക്ലിയറൻസ് സെയിൽ ഇട്ടിട്ടുള്ളതാണ്. അതായത് എക്സ്പയറിയുടെ തൊട്ട് മുമ്പുള്ള സാധനങ്ങൾ ഇങ്ങനെ ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഇടും കേട്ടോ. ഇതൊക്കെ മൊജിറ്റോ ആണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കുട്ടികൾ മൊജിറ്റോ എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ അതേ നോക്കിയാൽ നിങ്ങൾ 80 രൂപയാണ്, എത്ര രൂപ ഇപ്പോൾ കണ്ടേ അത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പകുതി കാശ്. ഇതാണ് ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന പാലടകൾ കേട്ടോ, നിങ്ങൾക്ക് കണ്ടറിയാം. ഒക്കെ 50% ആണ്. അപ്പോൾ നമ്മളുടെ അതിൽ ഒരു 100 രൂപയാണെങ്കിൽ 50 രൂപയെ നമുക്ക് ഒരു പായസത്തിൻ്റെ ഇതിനാവുള്ളൂ. 1.5 പാക്കറ്റ് പാലുണ്ടായി കഴിഞ്ഞാൽ ഈ സംഭവമായി കഴിഞ്ഞാൽ ഒരു 1.5 ലിറ്റർ പായസം നമുക്ക് റെഡിയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിത്തിരി കാശും കൊണ്ടുവരിക. ഇത്തിരി കാശെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് മതിയാവും തോന്നുന്നുണ്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങൾ. കാരണം ഇതേ സാധനം നമ്മൾ ഇതിൻ്റെ ഇരട്ടി വില കൊടുത്തിട്ടാണ് പുറമേ നിന്ന് വാങ്ങിക്കുക. ഇതിപ്പോൾ ജാമിൻ്റെ സെക്ഷനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതുമയുണ്ട്. ഇതിൻ്റെ കുഞ്ഞ് ഇത് തൊട്ടുണ്ട് കേട്ടോ. ഇത് വളരെ ചെറുതാണ്. ഇതിൻ്റെ വില എത്രയാണ്? 180. അപ്പോൾ ഇതിന് 90 രൂപയാണ് ആവുക. ഒരു വട്ടം നിങ്ങൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞു. അപ്പോൾ നാളെ മേലാക്കം ഇപ്പോൾ കുട്ടികൾ ക്ലാസ്സിൽ ഫ്രണ്ട്സ് പറയായാലും എനിക്കിതറിയില്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഞാനും കഴിച്ചിട്ടുണ്ട് എന്ന് കുട്ടികൾക്ക് പറയാം. നമുക്ക് ഒരു 100 രൂപ കൊണ്ട് കുട്ടികളുടെ എന്താ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് എനിക്കും എല്ലാം അറിയാം, എൻ്റെ വീട്ടുകാരും എനിക്കെല്ലാം വാങ്ങിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം അവർക്കും ഉണ്ടാവും. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കുറേ നാൾ കഴിയുമ്പോഴാണ് കുട്ടികൾ പറയും, അന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി. ആ ഒരു വാക്ക് നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കരുത്. നമ്മളുള്ളിടത്തോളം കാലം അവർക്ക് എല്ലാം കണ്ടും കേട്ടും വളരാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. എന്ന് വെച്ചിട്ട് 1000-ൻ്റെയും 10,000-ൻ്റെയും സാധനങ്ങൾ വാങ്ങിക്കണം എന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ അല്ലെങ്കിൽ 50%, പ്രത്യേകിച്ച് കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ മറ്റേ അരിപ്പൊടി ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ എന്ത് സാധനവും നമ്മൾ ഇതേ സാധനമാണ് നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് ഫുൾ എമൗണ്ട് കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ സാധാരണ ഡിഷ് വാഷിംഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ബൾക്കായിട്ട് ആവശ്യമില്ലാത്തവർക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സെക്ഷനും പോലും കാണിച്ചത്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയണം അത് നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാനൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ പിന്നെ ഞാനത് വെറുതെ നോണ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓരോന്ന് കാണിച്ച് തരണതാണ്, അല്ലാണ്ട് എനിക്ക് സ്പെഷ്യൽ ഒരു കാര്യങ്ങളും ഇവിടെ നിന്ന് നമ്മൾക്കില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലതെന്ന് എന്ത് തോന്നണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുക, അത് മാത്രമാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് 50% ചിക്കൻ പാറ്റി, ബർഗർ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പാറ്റിയൊക്കെ വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ, അതൊക്കെ 50% ഓഫറാണ്. അപ്പോൾ അപ്പുറത്ത് നമ്മൾ 550-600 വാങ്ങിക്കുന്ന അതേ സാധനം ഇങ്ങനെ കാണുന്ന ദിവസങ്ങളിലാകുമ്പോൾ നമുക്കതിൻ്റെ പകുതി വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് ആയാലും ഗ്രീൻ പീസ് ആയാലും
പീസ്, മറ്റേ പച്ച പട്ടാണി എന്ന് പറയില്ലേ അത്, പിന്നെ ഐസ്ക്രീമുകൾ എല്ലതും ആ ഒരൊറ്റ വിലയ്ക്കാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് ബ്രാൻഡഡ് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്താ പറയുക, ഒരുവിധം എല്ലാ സാധനങ്ങളും ഇങ്ങനെയാണ്. ഇതിപ്പോൾ വാഷിംഗ് സെക്ഷൻ, വാഷിംഗ് പൗഡറും കാര്യങ്ങളും അതും നിങ്ങൾക്കറിയാം ഞാൻ ഇങ്ങനത്തെ അല്ല വാങ്ങിക്കാറ്. ഞാൻ സാധാരണ ഓൺലൈനിൽ നിന്നാണ് വരുത്തിക്കാറ്. പിന്നെ കംഫർട്ട് ഞാൻ ചില സമയത്ത് വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത്. അത്രയും ബൾക്കായിട്ട് വേണ്ടാത്തവർ, അല്ലെങ്കിൽ എന്താ പറയുക വളരെ കുറച്ച് സാധനങ്ങൾ മതി എന്ന് വിചാരിക്കുന്നവർ, അല്ലെങ്കിൽ കുറേ കാശ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നവർ, അവർക്കൊക്കെ നല്ലതാണിത് കേട്ടോ. അങ്ങനെ ഇവിടെ കുട്ടികളുടെ ചാർട്ട് ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ വരുമ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളും കാണിക്കും. കാരണം സ്കൂളിൽ ചാർട്ട് ഒട്ടിക്കേണ്ടവർക്ക് വല്ലതും വേണമെങ്കിൽ അതാവാലോ. അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നമ്മൾ പുറമേ നിന്ന് ഒരു 5000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഇവിടെ ആകുമ്പോൾ ഒരു 2500 രൂപയിൽ നിൽക്കും. കാരണം 50% ഓഫാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പം നിങ്ങൾ അടുത്തുള്ളവരാണെങ്കിൽ, അടുത്തെന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണെങ്കിൽ ബിസ്മിയിലേക്ക് വരാൻ എത്തിപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് വന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. ഞാനിതൊരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ അല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് മാത്രം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ നെസ്റ്റോയിൽ പോകുമ്പോൾ എന്താ വാങ്ങിക്കാറെന്നുള്ളത്. ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ തോന്നുന്ന വല്ല സാധനങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറ്. പിന്നെ നമ്മൾ റിലയൻസിൽ പോകുമ്പോഴാണ് പിന്നെ ഞാൻ സാധനങ്ങൾ ഇതുപോലെ വാങ്ങിക്കാറ്. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും ഒരു അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു എനിക്കൊരു 3-4 നൈറ്റിയും കൂടി ഒന്ന് എടുക്കാമെന്ന്. കാരണം എൻ്റെ കയ്യിലൊക്കെ വന്നിട്ടുള്ളതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് തന്നിട്ടുള്ളതും എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ സ്റ്റൈലിൻ്റെ ഫുൾ വർക്കുള്ള തരം നൈറ്റികളാണ്. ഫുൾ എംബ്രോയ്ഡറി വർക്കും നിങ്ങൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയും എന്താ പറയുക അങ്ങനെയുള്ള നൈറ്റികൾ എനിക്കിപ്പോൾ വേണ്ട. ഇപ്പോൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ നേരമാകുമ്പോൾ ഞാൻ പട്ടികളുടെ അടുത്തേക്ക് പോകും. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കും. അങ്ങനെ റഫ് യൂസാണ് എനിക്ക് ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ വല്ല അവസരങ്ങളാണ് ഞാൻ സാധാരണ പണ്ട് എന്താ പറയുക വർക്ക് ചെയ്ത് നൈറ്റികൾ, അത് കഴിഞ്ഞ് നമ്മളുടെ സെറ്റുമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ചുരിദാറായിരുന്നു, പിന്നെ എംബ്രോയ്ഡറിയുടെ ചുരിദാറുകളായി, പിന്നെ വൈറ്റ് മാത്രം യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷേ ഇപ്പോൾ നമ്മുടെ പിള്ളേർസുള്ള കാരണം പിന്നെ എൻ്റെ വയറും അതിന് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നൈറ്റികൾ ഞാൻ തന്നെ പോയിട്ടാണ് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം ഡിമ്പിൾ 4 എടുത്തുകൊണ്ട് വന്നിട്ട് അത് എനിക്ക് പറ്റിയില്ല. കാരണം കട്ടിൻ്റെ കൊണ്ടുവന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് വയറുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ തന്നെ പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ വലിച്ചു വാരി ഇട്ടതിന് ശേഷമാണ്, കൊണ്ടമാനുണ്ട് കേട്ടോ അവിടെ, ഇട്ടതിന് ശേഷമാണ് എനിക്കൊരു 4 നൈറ്റി കിട്ടിയത് കേട്ടോ. നിറച്ച് ഫ്രില്ലുള്ളത്, ബാക്കിലും ഫ്രണ്ടിലും ഫ്രില്ലുള്ളത്. അപ്പം ഞാനിന്ന് എൻ്റെ പിറന്നാളാണ്, അതായത് ആയില്ലേ നാളിന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടില്ലേ വാസന്തി ഇങ്ങനെ സർപ്രൈസായിട്ട് പറയാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ കുറുക്കഞ്ചേരി പൂയം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പൂയം കഴിഞ്ഞ് പിറ്റേ ദിവസം ആയില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ പിറന്നാളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൊണ്ടുവന്ന ഒരു നൈറ്റിന്ന് ഒരെണ്ണം ഇടാമെന്ന് വെച്ചിട്ട് ആ ഒരു നൈറ്റി പുതിയത് തന്നെ ഞാൻ ഇട്ടു കേട്ടോ. അപ്പോൾ അതിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷേ ഒരു പായസമൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല. കാരണം നിങ്ങൾക്കിത് കഴിഞ്ഞറിയാം, ഞാൻ ഒരു നേരം ഇരുന്നിട്ടില്ല, എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. കാരണം കുറേ കാരണം പറഞ്ഞു അല്ലേ, ഭയങ്കര തിരക്കായിരുന്നു, കണ്ടമാന സാധനങ്ങൾ ഒതുക്കാണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫസ്റ്റ് സ്കൂളാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഞാൻ പറയും, നമ്മുടെ 2 കുട്ടികളും ഇവിടെ വന്നതിന് ശേഷം അവർക്കുള്ള മാറ്റങ്ങളും അവരുടെ ഈ മാമാണ് അതിൻ്റെ ഹെഡ് കേട്ടോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക അച്ചടക്കവും എല്ലാവിധ മര്യാദകളും, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഈ 2 പിള്ളേരും പഠിച്ചിറങ്ങിയിട്ടുള്ളത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ പറയും ഇതേ സ്റ്റാൻഡേർഡിൽ നമുക്ക് ഇനി അടുത്തൊരു സ്കൂളിലേക്ക് പോകണം. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും കൊണ്ട് അതെ കേട്ടോ നമുക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും പറയണതാണ് 100 എന്ന് പറയില്ലേ. അതേസമയം ചില സമയത്ത് ഇവർ തന്നെ മുമ്പും പലയിടത്ത് പോവുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഞങ്ങൾക്ക് 6 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഈ ഫസ്റ്റ് സ്കൂള്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളെയും ധൈര്യമായിട്ട് അവിടെ കൊണ്ടുവന്ന് ചേർത്താം. പ്ലേ സ്കൂൾ തൊട്ടുണ്ട്, അവിടെ ഡേ കെയർ തൊട്ടുണ്ട്. 1 വയസ്സും 8 മാസവും ആവണം തോന്നുന്നുണ്ട്. കാരണം ചാക്കോച്ചന് ഞങ്ങളതാവാൻ വെയിറ്റ് ചെയ്യുക. കാരണം അവിടുത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്തോ നമ്മൾ പറയില്ലേ, ഇപ്പോൾ തോമുവിനെ കുറച്ച് നാൾ അവിടെ വിടാഞ്ഞത് വലിയൊരു നഷ്ടമായി എന്ന് പറയും ഞങ്ങൾ. അങ്ങനെ എന്താ പറയുക, ഞങ്ങളിത് അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ തോമൊക്കെ കുറേ പറഞ്ഞു നമുക്ക് ബേബി സണ്ണിൽ ഇറങ്ങാമെന്ന്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബേബി സൺ വേണ്ട, അതേ കുറേ ജ്യൂസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും അവർ പിന്നിൽ കൂടെ ഇറങ്ങി കുറുക്കുറിയും സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുകൊണ്ട് ഉപകാരപ്പെടുമെന്ന് വെച്ചാൽ ഈ കാണുന്നവരാരെങ്കിലും ഞങ്ങൾക്കും ഇങ്ങനെ കമ്പിവേലി കെട്ടണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ആവശ്യക്കാർക്ക് ഇതാ ഞാൻ ഇന്ന വീഡിയോയിൽ കണ്ടായിരുന്നു ആ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ അത് അവർക്കും ഒരു നല്ല കാര്യം, കാണുന്ന നിങ്ങൾക്കും ആവശ്യക്കാർക്കും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അതെടുത്തതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ എന്താ പറയുക പ്രൊമോഷന് വേണ്ടിയിട്ടോ ഒരാൾ പറഞ്ഞിട്ടോ ചെയ്യണതല്ല. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ പോകുമ്പോൾ അതിൽ ഉൾപ്പെടുത്താമെന്നുള്ളൂ. പക്ഷേ അത് കാണുന്നവനും അതുകൊണ്ട് ഉപയോഗമുള്ളവനും ഒക്കെ ആണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഭാവൻസ് സ്കൂൾ വിട്ട നേരമാണ്. ഞങ്ങൾ ശരിക്കും 2 മണി 1:30 കഴിഞ്ഞു ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരാനായിട്ട് പോയപ്പോൾ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സാം നടക്കുന്ന സമയമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് കുട്ടികൾ ഒക്കെ പുറത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അമ്മയും മോനും ഞങ്ങളെ കാത്തിരിക്കുക. അപ്പോൾ ഡോൺ ഓൾറെഡി വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി. അപ്പോൾ ഡിവൈൻ ഓടി വന്ന് വാതിലൊക്കെ തുറന്ന് അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ ചാക്കോച്ചൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ചേട്ടന്മാരെയും ഞങ്ങളെയും. അങ്ങനെ ഞങ്ങൾ കയറി ചെന്നപ്പോഴാണ് അവിടുത്തെ അവൻ്റെ ബഹളം. കാരണം സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ചാക്കോച്ചൻ്റെ നോട്ടം. അപ്പോൾ ഇപ്പം ഇങ്ങനെ നോക്കും ഇതാരപ്പത്, അപ്പാപ്പൻ ഇങ്ങനെയല്ലല്ലോ വരാറ്. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇന്ന് പതിവില്ലാണ്ട് കണ്ടു കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് മിടുക്കനായിട്ട് നിൽക്കണം കേട്ടോ. രാവിലെ തന്നെ വന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ ഓച്ചുവിൻ്റെ ചായയാണെന്ന്. അപ്പോൾ ഞാൻ പറയും ശരിയാണ്. ഇങ്ങനെ കാണുമ്പോൾ ശരിക്ക് ഓച്ചു കണ്ണൊക്കെ ഉണ്ട കണ്ണായിരുന്നു ഓച്ചുവിൻ്റെ ചെറുപ്പത്തിൽ. പിന്നെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെയായി സാധാരണ ഇതിലേക്ക് വന്ന് കുഞ്ഞിലെ ഞങ്ങൾ ഉണ്ട കണ്ണീന്ന് വിളിക്കുക, അതുപോലെ ഉണ്ട കണ്ണായിരുന്നു. അങ്ങനെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കവറൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചിനും 1-2 കൊടുത്തു. അങ്ങനെ ഉച്ചയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഡിവൈനും കുട്ടികളും മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ അതിന് ഒരു മങ്കിയുടെ ഒരു മാസ്ക് തോമുവിന് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടാളും 2 ക്ലാസ്സിലായതുകൊണ്ട് ഇപ്പോൾ 2 പേർക്കും 2 സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ തോമുവിനുള്ള സാധനം പാച്ചുവിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ തോമു പ്രീ സ്കൂളാണ്, പാച്ചു പ്ലേ സ്കൂളാണ്. അങ്ങനെയാണ് ഇവരുടെ 2 ക്ലാസ്സും. അപ്പോൾ തോമു ആയാലും ഇപ്പോൾ പ്രീ KG ആയതുകൊണ്ട് എല്ലാ സംഭവങ്ങളും നല്ലോണം അവർ പഠിപ്പിക്കാവില്ല അവിടെ പറയണതോ, പക്ഷേ അവൻ അസലായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. 1 2 3 എത്രയോ വരെ എണ്ണം ABCD ആയാലും കുറേ കാര്യങ്ങൾ എഴുതും. അങ്ങനെ ഞാൻ നൈറ്റി എടുത്ത് വയ്ക്കാൻ നിന്നപ്പോഴാണ് പാച്ചുട്ടൻ ഓടി വന്നത് എൻ്റെ അടുത്തേക്ക്. ഞാൻ ഡ്രസ്സ് മാറാൻ വന്നതാണ്. അപ്പോൾ അവനൊരു വീഡിയോയിലൊന്ന് കാണണമെന്ന്. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ എടുത്ത 4 നൈറ്റികൾ, നല്ല കോട്ടൺ നൈറ്റികളാണ്. അപ്പോൾ ഇത് ഞാൻ ഞാനായിട്ട് മടക്കിയ കാരണം കേട്ടോ മടക്ക് മാറിയേക്കണം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കി മടക്കിയപ്പോഴാണ് വിചാരിച്ചത് ഇതാണ് ഇപ്പം ഈ പച്ചയാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാൻ വെറുതെ എന്തായാലും കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ വാഷ് ചെയ്തിട്ടൊക്കെ ഇടുള്ളൂ. ഞാൻ പിന്നെ അങ്ങനെ അത്രയ്ക്കൊന്നും നോക്കാറൊന്നുമില്ല. എനിക്ക് വേറെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന സാധനങ്ങൾ വാഷ് ചെയ്ത് എന്നിട്ടൊക്കെ ഇടാറുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒന്ന് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പണി കിട്ടിയെന്ന് പറയില്ലേ. പിള്ളേർസിനോട് ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് കയറിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാൻ സമാധാനത്തിൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവരെ കയറ്റി വിട്ടു. അപ്പോൾ ഞാൻ വരുമ്പോൾ ഓൾറെഡി ഡിവൈനും ഡോണും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, ചാക്കോച്ചനും. ഞാനും ഡിംപിളും ഡാഡിയായിരുന്നു. അപ്പോൾ ഡാഡി ഫുഡ് കഴിച്ചിട്ട് ഡാഡി വേഗം മറ്റേ പോസ്റ്റിങ്ങിനും കാര്യങ്ങൾക്കായിട്ട് നീങ്ങി. അത് കഴിഞ്ഞ് ഡിംപിൾ ഞാൻ പറഞ്ഞു പാച്ചൂരിയും കൊണ്ട് പൊക്കോ, അല്ലെങ്കിൽ എൻ്റെ പണി നടക്കില്ല. കുട്ടികൾ ഇങ്ങനെ വലിച്ചു വാരിക്കൊണ്ടിരിക്കും. എന്നിട്ട് തന്നെ ഇടയിൽ 2-3 വട്ടം പാച്ചു വന്നിട്ട് ഞാൻ അവനെ ഓടിക്കേണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ നമ്മൾ പറയില്ലേ വാങ്ങിക്കുക എന്നുള്ളതല്ല ബുദ്ധിമുട്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് അത് ഒതുക്കി വയ്ക്കുക എന്നുള്ളത് ഭയങ്കര പണിയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ളൊരു പണിയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഡിവൈൻ മാങ്ങയും ക്യാരറ്റും കൂടിയിട്ട് അച്ചാറിട്ടതാണ്. പിന്നെ രാവിലത്തെ സാമ്പാർ, ചെമ്മീൻ ചമ്മന്തി, പിന്നെ പടവലങ്ങ ഉപ്പേരി, ചാള വറുത്തത്. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ സംഭവം കേട്ടോ. എല്ലാതും കുറച്ച്. അപ്പോൾ ഞാൻ ഒരു തുണ്ട് ചോറ് എടുത്തിട്ട് ഇത്രയും സാധനങ്ങൾ കൂട്ടി ഭക്ഷണം കഴിച്ചു. ഡാഡിയുടെ കഴിക്കലും കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇവരെ 2:45. അപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കുറേ കോഫി പല ഫ്ലേവറിൽ എനിക്ക് വന്നിട്ടുണ്ടെന്ന്. ഞാൻ എല്ലാം കൂടി ഒരു ദിവസം കാണിക്കാം കേട്ടോ.
ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹേസൽ നട്ടുണ്ട്, മറ്റേ വാനിലയുണ്ട്, ഒരു 4 ഫ്ലേവർ ഉണ്ട് അത്. ഇത് നമ്മുടെ 3 in 1 ചായ ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചതാണ്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോഫി, എനിക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണെന്ന് കണ്ടിട്ട് ഇതിൻ്റെ 2 ബോട്ടിൽ എനിക്കൊരു കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് വാങ്ങിയ കൂട്ടത്തിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ഒതുക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, എൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് സുലു ഒരു വീഡിയോ ഇട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു സോങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഇതായിരുന്നു. പിന്നെ ദേ നമ്മുടെ സോന പപ്പടി, അത് തോമോന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ജിജോൻ്റെ വീട്ടിൽ പെരുന്നാൾക്ക് പോയപ്പോൾ കുറേ തിന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തോമോന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ പാച്ചുവിന് ദേ കൊടുത്തു. അപ്പോൾ പാച്ചു കുറച്ച് തിന്നു. പാച്ചുവിന് അങ്ങനെ മധുരം വലിയ ഇഷ്ടമില്ല. പിന്നെ അവൻ്റെ പല്ലിനൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അത് ഇന്ന് അത് പുറത്തേക്ക് വന്നു ഉച്ചയ്ക്ക് ഉറങ്ങി എണീറ്റതിന് ശേഷം. അപ്പോൾ നാളെ ഇനിയൊരു ഡെൻറ്റിസ്റ്റിൻ്റെ അവൻ ചെയ്തിരുന്നല്ലോ, ഹോസ്പിറ്റലിൽ പോയിരുന്നല്ലോ, അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. അല്ലെങ്കിൽ മുനമ്പത്ത് പോയി കഴിയുമ്പോൾ കുട്ടിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നാളെ എന്തായാലും ഡിമ്പിൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോയി അതൊന്ന് ഓക്കെ ആയിട്ട് പോകാവൂ. കാരണം കുട്ടി നമുക്ക് പല്ലുവേദന വന്നാൽ അറിയാമല്ലോ, തലയ്ക്ക് മൊത്തം ഒരു ഭാരം പോലെയാണ്. ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഞാനത് അനുഭവിക്കണം. കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അവൻ ഭക്ഷണം കഴിക്കാത്തതും വെയിറ്റ് കുറഞ്ഞതൊക്കെയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് പൊട്ടിച്ചിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ പഴയത് വല്ലതുണ്ടെങ്കിൽ അത് ആദ്യം പൊട്ടിച്ചിടും, എന്നിട്ടാണ് പുതിയത് ബോക്സിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, പഴക്കം വരില്ല ആ സാധനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഒതുക്കേണ്ട ഒരവസ്ഥ വരും കേട്ടോ. എന്നാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ ഒതുക്കുക പെറുക്കുക എന്നുള്ളത്. അതുപോലെ ഇത് മടക്കി വെക്കുക, അലമാരി ഒതുക്കുക, ഇതൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറയും ഞങ്ങളും ആൻറ്റി അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് പിന്നെ ഇത് നമ്മുടെ പാസ്റ്റയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ അവിടെ 26 രൂപയാണ് അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. 35 രൂപയുടെ അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. എത്രയോ പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുട്ടികൾക്ക് കഴിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലൂസ് വാങ്ങിക്കുന്ന പാസ്റ്റയും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ സോസ് ഉണ്ടാക്കിയിട്ട് അതിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനാണ് ഞാൻ ചിക്കൻ മാറ്റി വയ്ക്കാറില്ല. ഇതാണെങ്കിൽ റെഡിമെയ്ഡാണ്, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ സൂപ്പ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ രാത്രി ഞാൻ ചായ, അല്ലെങ്കിൽ ഈ ഉച്ചനേരത്തൊക്കെ ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് ഇരിക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് ചൂട്ടോടെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുക. കാരണം നിങ്ങൾക്കറിയാം, ഞാൻ പറയാറില്ലേ കുറേശ്ശെ ഭക്ഷണം ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതങ്ങൾ ചെല്ലും. എനിക്കും ഇഷ്ടം ഇങ്ങനത്തെ കൊച്ചു സാധനങ്ങളാട്ടോ. മുമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. ഇതിപ്പോൾ ഒരാൾക്ക് വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇതിവിടെ ചാക്കോച്ചന് വാങ്ങിച്ച കൽക്കണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സൂപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 2 സാഷ വീതമാണ് ഞാൻ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഞാനിതിങ്ങനെ ഒതുക്കിയപ്പോൾ പഴയത് കുറച്ച് ഇതുള്ള കറക്റ്റ് എക്സ്പയറിയുടെ സമയമായിട്ടുള്ള സൂപ്പ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ അതിലൊന്ന് മിക്സ് ചെയ്ത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി കൊടുത്താൽ ഓക്കെ ആയില്ല, അപ്പോൾ ഫ്ലേവർ വരില്ല. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഓരോ സെക്ഷൻ ഒതുക്കി വരികയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികൾ 2ാമത്തെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പാച്ചുവിൻ്റെ ചെറുവക ഡ്രസ്സുകളും കുറച്ച് തോർത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഞാൻ പാച്ചുവിൻ്റെ അധികം ഡ്രസ്സ് ഉണ്ടെങ്കിൽ അവൻ്റെ ഒറ്റയ്ക്കാണ് ഞാൻ വാഷ് ചെയ്യുക. അപ്പോൾ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സമയം കൊണ്ട് അത് അവിടെ അലക്കി കഴിഞ്ഞു. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടമാനം പൊട്ടിച്ചിടാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. സംഭവം വാങ്ങിയത് വളരെ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പൊട്ടിച്ചിടാൻ കുറേ ഉണ്ടായിരുന്നു. കാരണം പുതിയത് വെക്കനോട് കൂടിയിട്ട് പഴയ കവറുകൾ പുറത്തേക്ക് എടുത്ത് ഓരോന്നും ഓരോ ചെപ്പിലും ആക്കി. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യണം കേട്ടോ മക്കളെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങണു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. ഇങ്ങനെ എന്താ പറയുക, റൗണ്ട് ചെയ്ത് നിൽക്കണം. പഴയതെടുത്ത് പുതിയത് തിരിച്ച് വെച്ച് അങ്ങനെയൊക്കെ നിൽക്കണം. അങ്ങനെ കണ്ടു. സമയം 5:45. അതുവരെ ഒരൊറ്റ നിപ്പാണ് ഞാൻ നിന്നത്. ഒരേ ഭാഗം ക്ലിയർ ചെയ്ത്. അപ്പോൾ ഇത് നമ്മുടെ പഴയ റവ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനത് എന്ത് കാണിച്ചു വെച്ചാൽ നല്ലോണം വേവിച്ച്, ഉപ്പിട്ടിട്ട് നല്ലോണം വേവിച്ച് അത് ഞാൻ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇവർക്ക് കൊടുക്കുമ്പോൾ ഇവർക്ക് വാരി കൊടുക്കാനായിട്ടൊരു പിടുത്തം കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് റവ എടുത്തിട്ട് അങ്ങനെ ചെയ്തതാട്ടോ. അങ്ങനെ ഒതുക്കി വന്നപ്പോഴാണ് നമ്മുടെ ഇന്നലെ അങ്കിള് കൊണ്ടുവന്ന മറ്റേ ഉണ്ണിയപ്പം. അപ്പോൾ അത് ഞാനൊരു ബോക്സിലാക്കി വെച്ചു. അല്ലെങ്കിൽ ഓവനിൽ ഇരുന്നിട്ട് മറക്കും അത്.
അപ്പോൾ അത് വെച്ചു. ചപ്പാത്തി ഉണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ടു. അപ്പോൾ അതിൽ 2 ചപ്പാത്തി, ഒരു ചപ്പാത്തി വേവിച്ചതുണ്ടായിരുന്നു. ഇന്നലെ കുട്ടികൾ ആരോ തിന്നാണ്ട് ബാക്കിയുള്ള ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ രഞ്ജിനി കൃഷ്ണയുണ്ട്, ആർട്ടിസ്റ്റ്. ഡിംപിളും രഞ്ജിനിയും സമദൂരം ചെയ്യുമ്പോൾ പ്രഭാൻറ്റി പറയാറുണ്ട്, ചപ്പാത്തി പ്രഭ ചേച്ചി ഞാൻ കുട്ടി പറയണ പോലെ പറയുന്നുള്ളൂ, ചപ്പാത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വറുത്ത് കഴിഞ്ഞാൽ നല്ല ഒരു സ്നാക്കാന്നുള്ളത്. അപ്പം ഞാൻ കുനുകുനാന്ന് കട്ട് ചെയ്യാൻ നിന്നില്ല. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ആ ഉണ്ടാക്കിയ ചപ്പാത്തി, അതായത് മറ്റേ കുക്ക് ചെയ്യാത്തതല്ല, കുക്ക് ചെയ്ത ചപ്പാത്തി ഒരു 4 എടുത്ത് ഞാൻ എണ്ണയിലിട്ട് വറുത്ത് തിന്നിട്ട് നല്ല കടുമുടും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പ്രഭാൻറ്റീനെ ഓർത്തത് അത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവരത്നത്തിൻ്റെ കമ്മലുകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ കുറേ പേര് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അപ്പോൾ അതേ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ നാളെയും മറ്റന്നാളായിട്ട് അങ്ങോട്ട് എത്തിച്ച് തരും കേട്ടോ, അയക്കും കേട്ടോ, സെൻഡ് ചെയ്യും. മിക്കവാറും നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും സെൻഡ് ചെയ്യുക. അങ്ങനെ കണ്ടമാനം ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിള്ളേരുകൾ വരുന്ന കാരണം അതിൽ നിന്ന് വിട്ട് പോണതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ റോസ വിളിച്ചതാണ്. റോസ നമ്മുടെ മോൻ്റെ പരീക്ഷയാണ്. അവന് മറ്റന്നാൾ പരീക്ഷ തുടങ്ങുകയാണ്. മോൻ 10th-ലാണ്. അപ്പോൾ അവൻ്റെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുട്ടി വിളിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവിധ പ്രാർത്ഥനയും അനുഗ്രഹവും മോൻ്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെയും പ്രാർത്ഥനയിൽ മോനെ ഓർക്കുക. അങ്ങനെ ഇത് നമ്മളുടെ വലിയ വലിയ കമ്മലുകളാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ, നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വളയും മാലയും വാങ്ങിയവർ ഇഷ്ടം പോലെ ഉണ്ടാവും. അവർക്ക് ഈ കമ്മലും വാങ്ങിക്കാം കേട്ടോ. നല്ല വലിപ്പമുള്ള കമ്മലുകളാണ്. വലിയത് മാത്രം ഇടണവർ കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ കോറലാണ്. അപ്പോൾ കോറലും പേളും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അത് സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഇനിയും കുറച്ച് ദിവസം കൂടി കഴിയും. അത് നല്ല കമ്മലുകളായിരുന്നു, പക്ഷെ അത് സ്റ്റോക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കോറലും വൈറ്റ് സ്റ്റോണും കൂടിയിട്ടുള്ളതാണ് വന്നേക്കുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടോ. അങ്ങനെ സന്ധ്യ നേരമായി കുട്ടികൾ നിന്ന് കളിക്കുന്ന സമയത്താണ് ഇന്നലെ നമ്മുടെ LICയുടെ അങ്കിള് വന്നില്ലേ ഡിമ്പിളിൻ്റെ അടുത്തേക്ക്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ബർത്ത്ഡേക്ക് അന്ന് മറ്റേ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നില്ലേ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ അങ്കിളുടെ മോളുടെ ഹസ്ബൻഡാണ് ബേസിൽ എന്നുള്ളത്. അപ്പോൾ ഡോൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ വന്ന് ജസ്റ്റ് ഇറങ്ങി പോണ നേരത്ത് ബേസിൽ അവൻ്റെ പട്ടീനെയും കൊണ്ട് വന്നതാട്ടോ. അതിലേ പോവുമായിരുന്നു. അപ്പോൾ കുട്ടികളെ കണ്ടപ്പോൾ കയറിയതാണ്. അപ്പോൾ അവർക്ക് അവനെ കണ്ടപ്പോൾ, പട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾ അവരുടെ പട്ടിയുടെ കൂടെ കളിക്കണതൊക്കെ. പക്ഷെ അത് ചില സമയത്ത് അത് യൂട്യൂബിനെതിരായിട്ട് വരും. കുട്ടികളല്ലേ, കുട്ടികളുടെ കൂടെ അങ്ങനെ കാണിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവൻ്റെ ഫോട്ടോസ് എടുക്കണതും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഞാനതൊക്കെ റിമൂവ് ചെയ്യുകയാണ് ചെയ്തത്. വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം വരുത്തി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ 2 കൂടിയിട്ടുള്ള കളിയാണ് കേട്ടോ. 2 ചേട്ടനും ഞാൻ പറയാറില്ല, ഇവർ ഭയങ്കര സെറ്റാന്ന് പറയാറില്ല. അപ്പോൾ ഇവർ സെറ്റ് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമൂൻ്റെയും പാച്ചുൻ്റെയും അതേ ഏജിലുള്ള കാട്ടായങ്ങളും കാര്യങ്ങളാണ്. ഇപ്പോൾ അസലായിട്ട് സംസാരവും അതുപോലെ പാട്ടുകളായാലും ഒക്കെ ഭയങ്കര മിടുക്കനായിട്ടാണ് വരവ് കേട്ടോ. അപ്പോൾ ഇവർ ഐസ്ക്രീം ഷോപ്പ് കളിക്കുകയാണ്. ഇപ്പോൾ ചാക്കോച്ചനും അത് പഠിച്ചു തുടങ്ങി, ഐസ്ക്രീം ഷോപ്പ് കളിക്കുക. ഇവർ ഓരോരുത്തർ ഒരാൾ ഷോപ്പ് കീപ്പറാവുക, അവിടെ നിന്ന് ചോദിക്കുക, ഇങ്ങനെ കൈകൊണ്ട് കൊടുക്കുക, അത് കഴിക്കുക. അപ്പോൾ ചാക്കോച്ചനും ഇത് കണ്ട് അവനും ഈ ഷോപ്പ് കളിച്ചു തുടങ്ങിയിട്ടാവും. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അവൻ ഒരു പ്രത്യേക കെയറിങ്ങാണ്, ചേട്ടന്മാരുടെ കെയറിങ്ങും പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഗ്യാപ്പ് വന്ന കാരണം. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തോമോനെയോ പാച്ചുവിനെയോ നമുക്ക് ഇതുപോലെ 24 മണിക്കൂറും നോക്കിയിരിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് വല്ലാണ്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 പേർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാക്കോച്ചന് എല്ലാവരുടെയും സ്നേഹവും വാത്സല്യവും ഒക്കെ കൊണ്ട് അവൻ എന്താ പറയുക മിടുക്കനായിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മളുടെ രാത്രിയിൽ പ്ലേറ്റ് ചെയ്ത് വന്ന സാധനങ്ങളാണ്. നമ്മുടെ സാൻഡ് സ്റ്റോണും വൈറ്റ് സ്റ്റോണും കൂടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ സാൻഡ് സ്റ്റോൺ ഒറ്റ സ്റ്റോണായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് സാൻഡ് സ്റ്റോൺ മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു 15 പോരാ കൊടുത്തിട്ടുള്ളത്, അത്രയും കൊടുത്തിട്ടുള്ള സാധനമാണ് കേട്ടോ അത്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതിൻ്റെ ഒരു വാല്യൂ അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കറിയാം ഇതിൻ്റെ സ്റ്റോൺസിൻ്റെ കാര്യങ്ങളും ഒക്കെ.
ഇത് ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു എന്താ പറയുക ഒരു ടെമ്പിൾ. ഇന്നലെ ഞാൻ ഇതിൻ്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മണിമാലയാണ്, അതിൽ കോർത്തിട്ടുള്ള ഒരു ലോക്കറ്റ്. ഇത് പിന്നെ നമ്മളുടെ അറിയാലോ, നമ്മൾ ഇഷ്ടം പോലെ കൊടുക്കണ വളകളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ രാത്രി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ പതിവ് പോലെ, അതുപോലെ ചെയ്തതാട്ടോ. അപ്പോൾ ഇതൊക്കെ 2.6 2.2 ഒക്കെ ഉണ്ട് കേട്ടോ. ഈ അളവ് 2.2 ഒക്കെ ഉണ്ട്. അപ്പോൾ 2.2 സാധാരണ കിട്ടാത്തൊരളവാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് പറയാം, ഞാനിത് നിങ്ങൾക്ക് എത്തിച്ചു തരും. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു കരിമണിയുടെ ഒരു മാലയാണ് കേട്ടോ. ഒരു കുഞ്ഞ് ലോക്കറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇന്ന് പറയാൻ വിട്ടുപോയതാണ്, ഡിംപിളുടെ വീഡിയോ ഇന്നലത്തെ കണ്ടിട്ട് കണ്ടമാനം മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഡിംപിളിനും വന്നിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ്ങിലാണ് ആ വീഡിയോ. വേറെ ഒന്നുമല്ല, അവളൊരു മറ്റേ എങ്ങനെയാണ് ഒരു ഫ്ലാറ്റ് വാങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തേ എന്നുള്ളതിനെക്കുറിച്ച്, അതായത് ഒരു ബഡ്ജറ്റിനെ കുറിച്ച്. അപ്പോൾ കണ്ടമാനം പേര് പറഞ്ഞു അവർക്കൊക്കെ ഭയങ്കര ഉപയോഗപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, ഇതുപോലത്തെ വീഡിയോസ് ഇടണം എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ഡിംപിളിനെയും എന്നോടും കുറേ പേര് പറഞ്ഞു എൻ്റെ പാരൻറ്റിങ്ങിനെ കുറിച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ മക്കളെക്കുറിച്ച് ആരെങ്കിലും നല്ലതൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുമല്ലോ. അപ്പോൾ 99% പേരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. പിന്നെ 1% ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് നല്ലതിനാണ്. എപ്പോഴും 100 ആവണത് നല്ലതല്ല. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും കണ്ണുവിടാണ്ടിരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ വിചാരിക്കണുള്ളൂ ഞാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറ്റം പറയാൻ മെനക്കെട്ടിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തും. അത് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നാത്തൂൻ ഡോണും പിള്ളേരും കയറി. അപ്പോൾ ഇവർ ഇവിടെ നിന്നിട്ടുള്ള ചിരിയും കളിയും ബാക്കി ബഹളങ്ങളൊക്കെയാണ്. വേറൊന്നുമല്ല, ഞാൻ പുതിയ നൈറ്റ് ഇട്ടപ്പോൾ ഡാഡി ഇങ്ങനെ പെട്ടെന്ന് നോക്കി, ഇത് ഇതുവരെ കാണാത്തൊരു നൈറ്റിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഇവർ കളിയാക്കി ചിരിക്കണതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ അവരോട് പറയായിരുന്നു, ഇന്ന് എൻ്റെ പിറന്നാളായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പുതിയ നൈറ്റി എടുത്തിട്ടതാണ്. അങ്ങനെ കുട്ടികളൊക്കെ കയറിയപ്പോൾ ഡിവൈൻ എന്നോട് ചോദിക്കുക, ഞാനിവിടെ സോഫയും എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോട്ടെ, കാരണം എനിക്ക് ഉറക്കമില്ല. കാരണം ഒരു ഉറക്കം കഴിഞ്ഞാൽ തോമും എണീക്കും, അത് കഴിഞ്ഞാൽ ചാക്കോച്ചൻ എണീക്കും. ഉച്ചയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചാക്കോച്ചനെ ഉറങ്ങുമ്പോൾ ഒന്ന് കിടക്കാമെന്ന് വെച്ചാൽ തോമു ഉറങ്ങിയാൽ രാത്രി ഉറങ്ങില്ല. അപ്പോൾ തോമുവിന് ഉറക്കാണ്ടിരിക്കേണ്ട എന്താ പറയുക റിസ്ക് പിടിച്ച പണിയാണ് ഡിവൈന്. അപ്പോൾ എപ്പോഴും ഉറക്കക്ഷീണം എപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ചപ്പാത്തി അവിടെ ഡിംപിൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. ഇന്ന് ഡിംപിളാണ് കിച്ചണിൽ കയറിയത്. ഡിവൈൻ കുട്ടികളുടെ ഡ്യൂട്ടി ഏറ്റെടുത്തു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പോയതിന് ശേഷം ഞാനിവിടെ ഒതുക്കുമ്പോൾ പാച്ചു എൻ്റെ അടുത്ത് വന്നിരുന്ന് വർത്താനം പറയണതാട്ടോ. അപ്പോൾ നല്ലോണം വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിംപിൾ പറയായിരുന്നു അവിടെ അവളും പപ്പയും കൊച്ചു മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മറ്റവരൊക്കെ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് ഇവള് ശരിക്കും അറിയണേന്ന് ഇവൻ സംസാരിക്കണത്. കാരണം ഫുൾ ടൈം അമ്മ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മോട് ഇങ്ങനെ കലകലാന്ന് സംസാരിച്ചു. അപ്പോൾ ഇന്ന് മാമും പറഞ്ഞു കേട്ടോ, കെൻറിക്ക് വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു തുടങ്ങി, ഭയങ്കര സ്പീച്ചിൽ ഭയങ്കര വ്യത്യാസം വന്നു തുടങ്ങി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നാളെ മിക്കവാറും അമ്മയും മോനും കൂടിയിട്ട് പോവും. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ അവനെ വരാണ്ട് പറ്റില്ല. അപ്പോൾ 19th തോന്നുന്നുണ്ട് ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് സ്കൂളിൽ. അപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലൊക്കെ. അപ്പോൾ പാച്ചുദേ അമ്മാമ്മയുടെ ഫോട്ടോ എടുക്കണം. അമ്മാമ്മയുടെ ഫോട്ടോ എടുത്തപ്പോൾ കുട്ടിയുടെ ഫോണിൽ അമ്മാമ്മയുടെ വയറ് മാത്രമേ വന്നുള്ളൂ. കാരണം എന്താ പറയുക, അത്ര കുഞ്ഞു വയറാണല്ലോ. അപ്പോൾ വയറ് മാത്രം കുട്ടിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ പറയായിരുന്നു, വയറ് മാത്രമാണല്ലോടാ നീ എടുത്തേന്ന്. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡിംപിൾ മറ്റേ നാളേക്ക് രാവിലേക്ക് ബ്രെഡും സ്റ്റൂ ആണ്. ഞങ്ങൾ വരുമ്പോൾ ബ്രെഡ് വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ രാവിലത്തെ മെനു ബ്രെഡും സ്റ്റൂ ആണ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇന്ന് രാത്രി എനിക്കൊരു ആഗ്രഹമായിരുന്നു പരിപ്പും മത്തങ്ങയും. ഞാൻ ഒരു ദിവസം അക്കിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ എവിടെയോ ഒരു സദ്യക്ക് പോയപ്പോഴും ഞാൻ കഴിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് മത്തങ്ങ കണ്ടപ്പോൾ ഞാൻ ചാടി കയറി അത് എടുത്തതാണ്. അപ്പോൾ എടുത്തപ്പോൾ ഓച്ചു ഡിംപിൾ അതാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ ഇളനാടിൻ്റെ പാലാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഡിവൈൻ തോമുവിന് കൊടുക്കണ്ടായിരുന്നത്. നല്ല പാലാന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ കാച്ചുമ്പോൾ നല്ല പാട കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പക്ഷേ അന്വേഷിച്ചപ്പോൾ പാക്കറ്റ് കിട്ടിയുള്ളൂ, ബോട്ടിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അത് ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ അത് കാച്ചി അത് നെയ്യ്. ഇപ്പോൾ ഡിംപിളുടെ അവിടെ എങ്ങനെയാണ് മറ്റേ പാട മാറ്റി നെയ്യ് ഉണ്ടാക്കും അവിടെ. അപ്പോൾ അതുപോലെ കിട്ടിയാൽ നല്ലതാണെന്ന്. അപ്പോൾ ഡിവൈൻ പറയുന്നുണ്ടായിരുന്നു ഇതിൽ നെയ്യ് നല്ല പാടയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് പാക്കറ്റാണ് കിട്ടിയത്. അപ്പോൾ ഇത് നാളേക്കുള്ള സ്റ്റൂ. അപ്പോൾ ഇവർ എങ്ങനെയാ വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കും കേടാവില്ല എന്ന്. ഇല്ല, കേടാവില്ല. ഈ വെയിറ്റ് ഊരി വെച്ചാൽ മതി. അതായത് നീരാവി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് അത് വളിക്കുക. അപ്പോൾ അത് തിരിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ആവി മുകളിൽ കൂടെ പോയി അതങ്ങനെ എന്താ പറയുക റൂം ടെമ്പറേച്ചറിൽ ഇരിക്കും. അപ്പോൾ കുഴപ്പം വരില്ല.
അങ്ങനെ അതെ ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് രണ്ടാളും വിട്ടതിന് ശേഷം ലാസ്റ്റ് പണി ഞാനാണ് കേട്ടോ ചെയ്യുക. കാരണം എന്നാലേ അത് ശരിയാവുള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഓഫ് ചെയ്തോ ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അവസാനിപ്പിക്കുക, കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇന്നത്തെ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബിസിനസ്സിന് വേണ്ടി ഇരുന്നിട്ടേ ഇല്ല. കണ്ടമാനം ഓർഡേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാനത് ഇനി വേണം ഒരു 10 മിനിറ്റ് ഞാൻ വിചാരിച്ചു ഒന്ന് ഇരുന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് റിപ്ലൈ കൊടുത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ട്, നാളെ വേണം ബാക്കിയുള്ളവർക്കൊക്കെ മറുപടി കൊടുക്കാനൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ കുട്ടികൾക്ക് ഓറഞ്ച് ഡേ ആണ് കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഇടാനുള്ള ബനിയൻ എടുത്ത് പുറത്ത് ഇവിടെ ഇട്ടതാ, എന്നോട് ചോദിച്ചതാ ഇത് മതിയില്ലേ എന്നുള്ളത്. അപ്പോൾ തോബുവിന് ഓൺലൈനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഡിംപിളിന് അത് ഓർഡർ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. കാരണം അവൾ അവിടെ നിന്ന് ഓർഡർ ചെയ്ത് അങ്ങോട്ട് വന്നാലും പണിയാണ്, ഇവിടെ നിന്ന് എങ്ങാനും പോകേണ്ടി വന്നാൽ അതും പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഡിംപിളിന് ഇവിടെ ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു മുമ്പ് ഉണ്ടായിരുന്നതാണ് അത്. അപ്പോൾ അത് മതിയെന്ന് വെച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അങ്ങോട്ട് അവസാനിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണ പോലെ എൻ്റെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യണ പോലെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.